സിനിമയ്ക്ക് വേണ്ടിയിട്ട് എൻ്റെ ബോഡി സാക്രിഫൈസ് ചെയ്ത് നിൽക്കേണ്ട കാര്യമില്ല. നമ്മൾ ഭയങ്കര ആരാധിച്ചിരുന്നവരെല്ലാം അടുത്ത് ചെന്ന് കഴിയുമ്പം അവരുടെ റിയൽ ലൈഫ് ക്യാരക്ടർ കാണുമ്പം നമ്മൾ തോന്നിയിട്ടുണ്ട്, അയ്യോ നമ്മൾ ഇങ്ങനെയല്ലോ വിചാരിച്ചിരുന്നത്. എനിക്കറിയില്ല, അത് ഞാനൊരു ക്വസ്റ്റ്യൻ മാർക്ക്. ഇപ്പൊ വിളിക്കും, ഇനി അവസരത്തിന് വേണ്ടിയിട്ടാ ശല്യം എന്നൊക്കെ പറയുന്നത് എൻ്റെ മുമ്പിൽ ഇരുന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. നമ്മളെ ഓർമ്മിപ്പിക്കേണ്ടി വരിക നമ്മളെ മറന്നവരെയാണ്. നമ്മളെ മറക്കാത്തവരെ നമ്മൾ ഓർമ്മിപ്പിക്കേണ്ട കാര്യമില്ല. നമ്മളെ കൺസിഡർ ചെയ്തില്ലെങ്കിൽ ദേ ആർ നോട്ട് ഇൻട്രസ്റ്റഡ് എന്നുള്ളത് മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ് എനിക്കുള്ളത് കൊണ്ട് ഞാൻ അങ്ങനെ അവസരം ചോദിക്കാറില്ല. സിനിമ ഇൻഡസ്ട്രിയിൽ ചാൻസസ് കിട്ടണമെങ്കിൽ പല വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാവണമെന്ന് പല സ്ത്രീകളും പറഞ്ഞു കേട്ടു. എനിക്ക് മോശം അനുഭവം ഉണ്ടായിട്ടുണ്ട്. വൺ നൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ മെയിൻ ലീഡിലേക്ക് ഞാൻ അതിൻ്റെ ആവശ്യമില്ല. ഇനിയിപ്പം മലയിടിഞ്ഞ് വീണാലും ഞാൻ താങ്ങുമെന്നുള്ള സെറ്റപ്പിലേക്ക് ആയി എൻ്റെ മൈൻഡ് സെറ്റ്. നമ്മുടെ കണ്ണീരിന് വിലയുള്ളിടത്ത് മാത്രമേ കരയാവുള്ളൂ, അല്ലാതെ കരയാണ്ടിരിക്കുക മാക്സിമം. നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ, നമ്മുടെ സ്വീകരണ മുറികളിലൊക്കെ വീട്ടിലെ കുട്ടിയെ പോലെ കുറേ നാളുകൾ നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ഒരാളാണ് ശ്രുതി രജനീകാന്ത്. കുറച്ച് നാളത്തെ ഗ്യാപ്പ് എടുത്തിട്ട് ആള് ഒരു ജോലിക്ക് വേണ്ടി പോയിരുന്നു. അതുപോലെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ്. ശ്രുതി എന്തുകൊണ്ടാണ് നാട്ടിൽ തിരിച്ചെത്തിയത്? ഇനി ദുബായിലേക്ക് തിരിച്ചു പോകുന്നില്ലേ? എന്താണ് ഇനി അടുത്ത ലക്ഷ്യം എന്നൊക്കെ അറിയാനുള്ള ഒരുപാട് കമൻസ് ശ്രുതിയുടെ ഇൻസ്റ്റഗ്രാമിലെ ഫോട്ടോസിൻ്റെ താഴെയൊക്കെ കണ്ടിട്ടുണ്ട്. ശരിക്കും എന്തിനാണ് തിരിച്ചു വന്നത്? എന്തിനാ തിരിച്ചു വന്നത് എന്നാണ് ചോദിക്കുന്നത്. കുറേ കാര്യങ്ങളുണ്ട്. ഒന്ന്, ബിസിനസ്സിൻ്റെ ഭാഗമായിട്ട് തിരിച്ചു വന്നു. പിന്നെ ഇവിടുന്ന് 2-3 ഇങ്ങനെ ഓപ്പർച്യൂണിറ്റീസ് ചോദിക്കുന്നുണ്ടായിരുന്നു, പറയുന്നുണ്ടായിരുന്നു. കുറേ എണ്ണം പറ്റില്ല എന്ന് പറയുമ്പോൾ നമ്മൾ വളരെ കഷ്ടപ്പെട്ടാണല്ലോ, നമ്മളൊരു ആക്ടിങ് ഫീൽഡ് അത്ര എളുപ്പമുള്ളതല്ല കയറുന്നത്. അപ്പം എനിക്ക് തന്നെ ഒരു മനസ്താപം, വിളിക്കുന്നവരോട് അയ്യോ ഇല്ല സ്ഥലത്തില്ല എന്ന് പറയുമ്പോൾ എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടാവാൻ തുടങ്ങി. അത് രണ്ടാമത്തെ കാര്യം. പിന്നെ ഞാൻ അവിടെ ദുബായിലാണെങ്കിലും അഭിനയം നിർത്തിയിട്ടുണ്ടായിരുന്നില്ല. നമ്മളുടെ ഒരു ഫ്രണ്ട്സാണ് അവരെല്ലാവരും. അവർക്ക് വളരെയധികം സിനിമാ മോഹികളാണ്. അപ്പോൾ അതിന് മുമ്പേ അവരൊരു ഷോർട്ട് ഫിലിം ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞൊരു ഷോർട്ട് ഫിലിമായിട്ട് തുടങ്ങിയതാണ്. പക്ഷെ ഒരു മിനി ഫീച്ചർ പോലെയായി, ഒരു 45 മിനിറ്റ്സിൻ്റെ ലെങ്ത്തുള്ള. ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. നമുക്ക് അങ്ങനത്തെ അവസരം വന്നിട്ടില്ല എന്ന് പറയാം. കാരണം പൈങ്കിളി എന്ന് പറയുന്ന ക്യാരക്ടറിൽ അങ്ങ് ഫിക്സ്ഡ് ആയതുകൊണ്ട് പലർക്കും കോമഡി മാത്രമായിരിക്കും ചെയ്യുക എന്നുള്ളൊരു മൈൻഡ് സെറ്റ് വന്നു. പക്ഷെ കോമഡി അല്ല, ദിസ് ഈസ് എൻറ്റയർലി ഓപ്പോസിറ്റ്. ഒരു റൂഡ് കൈൻഡ് ഓഫ് ഒരു ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത്. ലീഡാണ് ചെയ്തിരിക്കുന്നത്. ബ്ലൂ ലില്ലി എന്നാണ് ഫിലിമിൻ്റെ പേര്. ഗൗതം ആണ് അതിൻ്റെ ഡയറക്ടർ. ഹീസ് മൈ ബ്രദർ പോലെയാണ്. ദുബായിൽ ചെന്ന് പരിചയപ്പെട്ടതാണ്, പക്ഷെ സ്റ്റിൽ ഇപ്പോൾ ഒരു ഫാമിലി പോലെയായി. പുള്ളിക്കാരൻ്റെ വൈഫാണ് ഇതിൻ്റെ പ്രൊഡ്യൂസ് ചെയ്തത്, മിനി. ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫി ചെയ്തത് അബിയാണ്. ലക്ഷ്മി എന്ന് പറഞ്ഞൊരു കഥാപാത്രമാണ്. ഭയങ്കര ഇഷ്ടപ്പെട്ട് ഞാൻ ചെയ്തൊരു ക്യാരക്ടറാണ്. അങ്ങനെ നമ്മൾ ചെയ്തു വന്നു. അപ്പോഴത്തേക്ക് ഞാനിങ്ങ് പോന്നു. എനിക്ക് കുറച്ച് എമർജൻസി ഉണ്ടായിരുന്നു, സോ ഞാനിങ്ങ് പോന്നു. അത് കഴിഞ്ഞ് ദുബായിൽ ഇതിൻ്റെ തിയേറ്റർ പ്രിവ്യൂ ഒക്കെ ഉണ്ടായിരുന്നു. അത് ഞാൻ മിസ് ഔട്ട് ചെയ്തു. അതിൻ്റെ വിഷമത്തിൽ ഞാനിവിടെ ഇരുന്ന സമയത്ത് ഒരു ഫ്യൂ ഡേയ്സ് ബാക്കാണ് ഇത് അവാർഡ്സിനൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അന്ന് ഇങ്ങനെ എല്ലാവരും പറഞ്ഞു അവാർഡ്സിന് വെക്കൂ, നല്ലതായിട്ടുണ്ടെന്ന് പറഞ്ഞ് ഒരുപാട് അവാർഡ്സിൻ്റെ ഇതിന് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് അല്ല കേട്ടോ, ഇപ്പോഴത്തേക്ക് 3 എണ്ണം കിട്ടി. അതിൻ്റെ ഫസ്റ്റ് വൺ വന്നത് ബെസ്റ്റ് ആക്ട്രസിനുള്ള അവാർഡ് എനിക്ക് കിട്ടിയതാണ്. പൂനെയിലാണ്. അവിടെ ആയിരുന്ന സമയത്ത് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കിയ കരിയർ ഇതായി പോണോ, അങ്ങനെ നമുക്കൊരു ഫോമോ ഉണ്ടാവുമല്ലോ, അങ്ങനെ ഒരു സെറ്റപ്പിലായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ ഇറ്റ്സ് വർത്ത് ഇറ്റ്. കാരണം അവിടെ പോയത് കൊണ്ട് ഇവരെ പരിചയപ്പെടാൻ പറ്റി, നല്ലൊരു ക്യാരക്ടർ ചെയ്യാൻ പറ്റി. തിരിച്ചു വന്നത് ഞാൻ അവാർഡ് റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ദുബായിൽ പോയത് വെറുതെ ആയില്ല. ശ്രുതിനെ ഞങ്ങൾ ആദ്യമായി കാണുന്നത് ചക്കപ്പഴം എന്ന് പറഞ്ഞ സീരിയലിലൂടെയാണ്. അത് കഴിഞ്ഞിട്ട് അനൂപ് മേനോന്റെ കൂടെ ഒരു പത്മ എന്ന് പറഞ്ഞ മൂവിയിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് 1-2 മൂവീസ് വേറെ ചെയ്തു. അപ്പൊ ഈ ആക്ടിങ് എന്നുള്ള ഒരു കരിയറിലേക്ക് എങ്ങനെയാണ് എത്തപ്പെടുന്നത്? ഞാൻ ആക്ച്വലി ആദ്യം ചെയ്തത് അതല്ല. ആദ്യം ചെയ്തത് ഞാൻ 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് മാനസപുത്രി എന്ന് പറയുന്ന സീരിയല്. അതിന് മുമ്പ് ഒരു സിറ്റ്കോം ഉണ്ടായിരുന്നു ഇതുപോലെ കോമഡി, ഉണ്ണിക്കുട്ടൻ എന്ന് പറഞ്ഞിട്ട്. അതിൽ ഞാൻ ഉണ്ണിക്കുട്ടൻ്റെ ചേച്ചിയായിട്ട് അഭിനയിക്കാനാണ് പോയത്. പക്ഷേ ഉണ്ണിക്കുട്ടനായിട്ട് അഭിനയിക്കാൻ വന്ന ആളെ അഭിനയിക്കാതിരുന്നത്. അപ്പോൾ അന്നൊന്നും ഇത് ഇത്ര ഫെമിലിയർ അല്ല. വീട്ടിൽ നിന്നൊന്നും പിള്ളേരെ ഒന്നും അങ്ങനെ പിന്നെ ഇപ്പം അഭിനയിക്കാൻ പോകണു ആ സെറ്റപ്പ് ഉള്ളതാണ്. ഇപ്പോഴാണ് പിള്ളേരെ കുറച്ചും കൂടെ അവരുടേതായിട്ടുള്ള കലാവാസനയ്ക്ക് വിട്ടു തുടങ്ങിയത്. പക്ഷെ എൻ്റെ പേരൻസ് അങ്ങനെ ആയിരുന്നില്ല. പ്രത്യേകിച്ച് എൻ്റെ അച്ഛന് ഇഷ്ടമായിരുന്നു ഇങ്ങനത്തെ ഫീൽഡ്. അപ്പം അങ്ങനെ അഭിനയിപ്പിക്കാൻ പോയി. ഉണ്ണിക്കുട്ടൻ അഭിനയിക്കാതിരുന്നപ്പം എൻ്റെ അമ്മ മേക്കപ്പ് ആർട്ടിസ്റ്റാണ്. അപ്പം അമ്മ അപ്പം തന്നെ മുടിയൊക്കെ വെട്ടി എന്നെ ഉണ്ണിക്കുട്ടനാക്കി. ഞാൻ ആൺകുട്ടിയായിട്ടാണ് തുടങ്ങുന്നത്. അത് കഴിഞ്ഞിട്ട് അതിൽ കണ്ടപ്പോഴാണ് അഗസ്റ്റിൻ അങ്കിള്, ആൻ അഗസ്റ്റിൻ്റെ അച്ഛൻ,
അഗസ്റ്റിൻ അങ്കിള് റെഫർ ചെയ്തിട്ട് സൂര്യയില് ഇതുപോലെ മാനസപുത്രിയിലെ ആൺകുട്ടിയായിട്ട് സംഗീത മോഹന്റെയും ശരത്തിന്റെയും മോനായിട്ട് ചെയ്യുന്നത്. പിന്നെ ഞാൻ കോമഡിയിലേക്ക് വന്നു, 8 സുന്ദരികളും ഞാനും. അതിനകത്ത് മണിയമ്പിള്ള രാജുവിന്റെ സാജു കുര്യന്റെ മോളായിട്ട്, മണിയമ്പിള്ള രാജുവിന്റെ അനിന്ദ്രവളായിട്ട്, അങ്ങനെ അതിൽ ചെയ്ത് ഞാനൊരു 4th സ്റ്റാൻഡേർഡ് എത്തിയപ്പോഴാണ് നിർത്തുന്നത്. അത് കഴിഞ്ഞ് പിന്നെയും ഇപ്പം ഈ സ്കൂളിങ്ങിലൊക്കെ എല്ലാവരും ചോദിക്കുമല്ലോ, വലുതാവുമ്പോൾ ആരാവുമെന്ന്. എന്നോട് മാത്രം ആരും ചോദിക്കലില്ല. ആര് ചോദിച്ചാലും അവർ തന്നെ ഉത്തരം പറയും, അവള് സിനിമ നടി ആവുമല്ലോ. അപ്പൊ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മുടെ മൈൻഡിൽ ഉണ്ടാവും, നമ്മളാവുമായിരിക്കും എന്നുള്ളത്. പക്ഷെ കോളേജ് എത്തിയപ്പോൾ അതൊരു കളിയാക്കലായി മാറി. സിനിമ നടി എന്ന് എൻ്റെ ഇരട്ടപ്പേരായിരുന്നു. കാരണം ഞാൻ ഒരുപാട്, എനിക്ക് തോന്നുന്നു ഞാൻ മോർ ദാൻ 100 ഓഡീഷൻസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട് സിനിമയുടെ. പക്ഷെ ഒന്നും കിട്ടിയിട്ടില്ല. അപ്പം ഇങ്ങനെ കളിയാക്കലുകൾ കേട്ട് 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 നമുക്കും ഒരു ബുദ്ധിമുട്ടാവാൻ തുടങ്ങി. പിന്നെ എനിക്ക് മടുപ്പായി തുടങ്ങി. പക്ഷെ എൻ്റെ അച്ഛനും മടുപ്പായിട്ട് ഉണ്ടായിരുന്നില്ല. അച്ഛൻ അടുത്ത ഓഡീഷൻ വരുമ്പോൾ വീണ്ടും എന്നെയും കൊണ്ട് ചെന്നൈയിൽ നിന്നില്ല, അവിടെ നിന്നില്ല, എല്ലായിടത്തും പോകും. അങ്ങനെയായിരുന്നു. അതിന് ശേഷം പിന്നെയാണ് മാത്തുക്കുട്ടി ചേട്ടൻ്റെ ഒരു ഓഡീഷൻ. ഞാൻ ഇവിടെ ഡെക്കാനിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു PGയുടെ ഗ്യാപ്പിലെ സമയത്ത്. ആ സമയത്ത് ഓഡീഷൻ വന്നത് കുഞ്ഞൽദോയുടെ, ആസിഫിക്കയുടെ മൂവി. അത് ഓഡീഷന് ഞാൻ വീട്ടിൽ പറയാതെ പോയത്. ഞാൻ അത് വിട്ടായിരുന്നു, പക്ഷെ എന്തോ അന്നത്തെ ഓഡീഷൻ വന്നപ്പോൾ എനിക്ക് അറ്റൻഡ് ചെയ്യണം എന്ന് തോന്നി. അങ്ങനെ വീട്ടിൽ പറയാണ്ട ഫ്രണ്ട്സുമായിട്ടാണ് പോയത്. പോയി അത് കിട്ടി, ഫുള്ളായി കൺഫേം ആയി കഴിഞ്ഞാൽ ഞാൻ വീട്ടിൽ പറഞ്ഞത്. വീട്ടിലെല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. അങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ടായിരുന്നില്ല, എനിക്ക് വേണ്ടി എഴുതി ചേർത്തതാണ് അതിനകത്തൊരു ക്യാരക്ടർ ഓഡീഷൻ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ. അങ്ങനെ അത് ചെയ്തു. പക്ഷെ വീണ്ടും മറ്റേ ലക്ക് ഫേവർ ചെയ്യില്ല എന്ന് പറയുന്നത് പോലെ, തലവര എന്ന് പറയുന്നത് പോലെ കോവിഡ് വന്നു. കോവിഡ് വന്നപ്പം എൻറ്റയർലി റിലീസ് എല്ലാം സ്റ്റോപ്പായി. അപ്പം ഞാൻ വിചാരിച്ചു, ഓക്കെ തീർന്നു, ഞാൻ പിന്നെ എന്നാ പഠിപ്പിക്കാൻ പോവാം, പ്രൊഫസറായിട്ട് പോവാം എന്നുള്ള രീതിയിൽ PhD എടുക്കാനുള്ളതൊക്കെ സെറ്റ് ചെയ്ത് വെച്ച സമയത്താണ് ചക്കപ്പഴത്തിൽ നിന്ന് വിളി വരുന്നത്. അങ്ങനെ ഞാൻ ചക്കപ്പഴത്തിലേക്ക് കയറുന്നത്. അതിനുശേഷം ചക്കപ്പഴം തുടങ്ങിക്കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ കുഞ്ഞൽദോയും റിലീസായി. പക്ഷെ അതിന് മുന്നേ തന്നെ പത്മ റിലീസായി, പത്മ ചെയ്തിരുന്നു, പത്മ റിലീസായി. അങ്ങനെയാണ് ഈ കരിയറിലേക്ക് വരുന്നത്. സോ ഇറ്റ് ഇസ് ലൈക്ക് പൈൽഡ് അപ്പ് ആയിട്ട് ഒരു സുപ്രഭാതത്തില് ഒരു ലക്കിന്റെ ബേസിൽ കിട്ടിയതല്ല എനിക്ക്. ഞാൻ വളരെ കഷ്ടപ്പെട്ട് ഒരുപാട് രാത്രികൾ ഇരുന്ന് കരഞ്ഞ്, ആരെങ്കിലും എൻ്റെ അടുക്കെ വന്നിട്ട് അഭിനയിക്കുന്നോന്ന് ചോദിക്കുമ്പോൾ എനിക്ക് മറ്റേ നെഞ്ചാതന വരും. അങ്ങനെ ആയിട്ടാണ് ഞാനിത് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഈ കരിയർ. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് അതിനോടുള്ള കമ്മിറ്റ്മെന്റും അതിനോടുള്ള ഒരു റെസ്പെക്റ്റും ഒക്കെ അത്ര അധികം തന്നെ വലുതാണ്. ശ്രുതി ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട്, എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു സിനിമ, കാണാൻ ഒരുപാട് ആഗ്രഹമായിരുന്നു, ചില ആളുകളെയൊക്കെ പരിചയപ്പെടാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഒരു ഘട്ടം കഴിഞ്ഞപ്പോഴത്തേക്കും ചില സിനിമകൾ കാണാൻ തന്നെ എനിക്ക് വിഷമമാണ്, എനിക്ക് അഭിനയിക്കാൻ പോകാൻ തന്നെ ഒരു വിഷമമാണ് എന്നുള്ള രീതിയിലേക്ക് വന്നിരുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറയാൻ കാരണം? അതായത് നമുക്ക് വെളിയിൽ നിന്ന് കാണുമ്പോൾ എല്ലാം മിന്നുന്നതെല്ലാം പൊന്നല്ല എന്നുള്ളൊരു കാരണവന്മാരായിട്ട് പറഞ്ഞ ഒരു ഇതുണ്ടല്ലോ, ദാറ്റ് ഇസ് ഇറ്റ്. കാരണം നമ്മൾ വെളിയിൽ നിന്ന് കാണുമ്പോൾ വിചാരിക്കുമ്പോൾ എല്ലാവരും നല്ലവരാണ്, എല്ലാവരും നമ്മളെ ഹെൽപ്പ് ഔട്ട് ചെയ്യും. ഞാൻ അങ്ങനെ ചെയ്യുന്ന ഒരാളാണ്. ഞാൻ ഹെൽപ്പ് ചെയ്ത് ഒരുപാട് പേര് ഇപ്പം മുൻനിരയിൽ തന്നെ നിൽക്കുന്നുണ്ട്. ഞാൻ കയറി കഴിഞ്ഞിട്ട് കയറ്റിയവർ ചിലർ വെളിയിലുള്ള അന്യഭാഷകളിൽ വർക്ക് ചെയ്യുന്നുണ്ട്, ഇപ്പം അല്ലാതെ ചെയ്യുന്നുണ്ട്. കാരണം സൂപ്പർ പ്രൗഡ്, എനിക്കത് ഇഷ്ടമാണ്. ഞാൻ ഒരാൾക്ക് അവസരം വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുമെങ്കിൽ നല്ലതാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ എൻ്റെ കാര്യത്തിൽ അങ്ങനെ ഞാൻ അധികം കണ്ടിട്ടില്ല. ഞാനെല്ലാം ഞാൻ തന്നെ കഷ്ടപ്പെട്ട് കിട്ടിയിട്ടാണുള്ളത്. അല്ലാതെ ഒരാൾ, ഇപ്പോൾ ഇൻഡസ്ട്രിയിലുള്ള ഒരാൾ വന്നിട്ട് വാ നീ ഇത്രയും കഷ്ടപ്പെടുന്നതല്ല, നിനക്ക് ഞാനിത് ചെയ്തു തരാം, അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് നിൽക്കുന്നവർ പോലും അവർക്കൊരെണ്ണം വന്നാൽ പോലും നമ്മളെ സജസ്റ്റ് ചെയ്യാത്തതൊക്കെ ഞാൻ കണ്ടിട്ടുള്ളതാണ്. പിന്നെ നമ്മൾ ദൂരെ നിന്ന് കാണുമ്പോഴത്തേക്കും നമ്മൾ ഭയങ്കര ആരാധിച്ചിരുന്നവരെല്ലാം അടുത്ത് ചെന്ന് കഴിയുമ്പം അവരുടെ റിയൽ ലൈഫ് ക്യാരക്ടർ കാണുമ്പം നമ്മൾ തോന്നിയിട്ടുണ്ട്, അയ്യോ നമ്മൾ ഇങ്ങനല്ലല്ലോ വിചാരിച്ചിരുന്നത്, അല്ലെങ്കിൽ ഇവര് നമുക്ക് പ്രൊജക്ട് ചെയ്ത ഒരു എനർജി അതല്ലല്ലോ എന്ന് വിചാരിച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ കുറേയൊക്കെ പിന്നെ മടുത്തു പോയിട്ടുണ്ട്. പിന്നെ കുറേ നമ്മൾ അതിന് മുന്നേ ഒക്കെ പറയും അത്ര ഫെമിലിയർ അല്ലല്ലോ, നമുക്കറിയില്ലായിരുന്നു എന്നൊക്കെ പറയും. പക്ഷെ ഇപ്പം ഫെമിലിയർ അല്ലാത്തതായിട്ട് വളരെ ആരും ഇല്ല എന്നാണ് എൻ്റെ വിശ്വാസം. എങ്കിൽ കൂടെയും അവസരങ്ങൾ എന്തുകൊണ്ട് വരുന്നില്ല എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഐ ഹാവ് നോ ഐഡിയ. എനിക്ക് അങ്ങനെ അത്രയും ഡ്രാസ്റ്റിക് ആയിട്ട് അവസരങ്ങളൊന്നും വരുന്നൊന്നുമില്ല. 10 വർഷത്തിൽ കൂടുതലായിട്ട് ആക്ടിംഗ് എന്നുള്ള ഫീൽഡിലുണ്ട്. ധാരാളം ഹ്രസ്വ ചിത്രങ്ങൾ സംവിധാനം ചെയ്തിട്ടുണ്ട്, അഭിനയിച്ചിട്ടുണ്ട്. എന്നിട്ടും എന്തുകൊണ്ടാണ് മെയിൻ സ്ട്രീമിലേക്ക് അവസരങ്ങൾ കുറയുന്നതായിട്ടോ അല്ലെങ്കിൽ ആരുടെങ്കിലും അവസരം ചോദിച്ച് പോയിട്ട് അത് വാങ്ങിക്കണം എന്നൊക്കെ തോന്നാതിരുന്നത്? എനിക്കറിയില്ല. അത് ഞാനിങ്ങനൊരു
ക്വസ്റ്റ്യൻ മാർക്ക് എന്ന് പറഞ്ഞിടാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ റിലേഷൻഷിപ്പിന് ഭയങ്കര വാല്യൂ കൊടുക്കുന്നതാണ്. അപ്പം ഞാൻ തന്നെ കേട്ടിട്ടുണ്ട്, ഓ ഇപ്പൊ വിളിക്കും, ഇനി അവസരത്തിന് വേണ്ടിയിട്ടാ ശല്യം എന്നൊക്കെ പറയുന്നത് എൻ്റെ മുമ്പിൽ ഇരുന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ ബേസിക്കലി ഇപ്പൊ നമ്മൾ വിളിക്കുമ്പോഴും അത് തന്നെ ആയിരിക്കുമല്ലോ ആ റെസ്പോൺസ് ഉണ്ടാവുക. അതിനോട് എനിക്ക് താല്പര്യമില്ല. ഇപ്പൊ ഒരു നല്ല റിലേഷൻ ഉണ്ടെങ്കിൽ അങ്ങനെ ഇരുന്നോട്ടെ. ഇപ്പം നമ്മളെ ഓർമ്മിപ്പിക്കേണ്ടി വരിക നമ്മളെ മറന്നവരെയാണ്. നമ്മളെ മറക്കാത്തവരെ നമ്മൾ ഓർമ്മിപ്പിക്കേണ്ട കാര്യമില്ല. അപ്പം മറക്കാത്തവരെ ഓർമ്മിപ്പിക്കേണ്ട കാര്യമില്ലാത്തപ്പം അവരത് തരാത്തത് അവർക്ക് അവരുടേതായിട്ടുള്ള റീസൺ ഉണ്ടാവും. ചിലപ്പം ഞാൻ അതിന് കേപ്പബിൾ അല്ല എന്ന് തോന്നിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും അവളെ വിളിക്കണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ദർ വിൽ ബി ലോട്ട് ഓഫ് റീസൺസ്. അപ്പം മറന്നു പോയവരെയാണെങ്കിൽ നമുക്ക് ചെന്ന് ഓർമ്മിപ്പിക്കുക, ഓർമ്മയുണ്ടോ. ഇപ്പൊ ഞാനൊരു 5-6 വർഷം മാറി നിൽക്കുകയാണ്, എൻ്റെ ഫേസ് ചിലപ്പോൾ ഓർമ്മ ഉണ്ടാവില്ല. 6 വർഷമൊക്കെ ആകുമ്പോൾ ഈ 1 വർഷത്തിൽ തന്നെ മറന്നു പോയിട്ടുണ്ടാവും. അപ്പം ഓർമ്മയില്ലെങ്കിൽ എനിക്ക് തന്നെ ഓർമ്മ, ചേട്ടാ ഓർമ്മയുണ്ടോ, എന്തെങ്കിലും നല്ല വർക്ക് ഉണ്ടെങ്കിൽ പറയണേന്ന്. പക്ഷെ ഡെയിലി സംസാരിക്കുന്നത് അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റഗ്രാമിലെ പോസ്റ്റുകളിൽ ഡെയിലി വന്ന് ലൈക്ക് ചെയ്യുന്ന ഒരാൾക്ക് എന്നെ ഓർമ്മയില്ലാതിരിക്കാൻ യാതൊരു കാര്യമില്ലല്ലോ. അപ്പൊ അവരൊരു പ്രൊജക്ട് തുടങ്ങുമ്പം നമ്മളെ കൺസിഡർ ചെയ്തില്ലെങ്കിൽ ദേ ആർ നോട്ട് ഇൻട്രസ്റ്റഡ് എന്നുള്ളത് മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ് എനിക്ക് ഉള്ളത് കൊണ്ട് ഞാൻ അങ്ങനെ അവസരം ചോദിക്കാറില്ല എന്നുള്ളതാണ്. പക്ഷെ ഐ ബിലീവ് എനിക്ക് വേണ്ടത് എനിക്ക് തന്നെ വരും എന്നുള്ളത്. കാരണം അത് അങ്ങനെ വന്നിട്ടുള്ളൂ. ഞാൻ ഈ ഇത്രയും 5 വർഷത്തോളം ഞാൻ സ്ട്രഗിൾ ചെയ്ത് ചക്കപ്പഴം എനിക്ക് വന്നപ്പോൾ ഡ്രാസ്റ്റിക് ഹിറ്റായിട്ടാണ് വന്നത്. അത് കോവിഡ് ടൈമായി എല്ലാവരും കണ്ടു. ഒരു സിറ്റ്കോമും ഉപ്പുമുളകിന് ശേഷം അത്രയും ഹിറ്റായിട്ടില്ല. അപ്പം അത്രയും പെട്ടെന്ന് സ്വീകാര്യത കിട്ടി, എല്ലാവരും എന്നെ തിരിച്ചറിയുന്നത് പോലെ. അപ്പം എൻ്റെ ഈ 5 വർഷത്തെ പെയിൻ അവിടെ തീർന്നു. അങ്ങനെയാണ് വന്നത്. അപ്പം എനിക്കുള്ളതാണെങ്കിൽ എനിക്ക് തന്നെ വരും എന്ന് വിശ്വസിക്കുന്നതാണ് ഞാൻ. അപ്പൊ ഇപ്പൊ എനിക്കൊരു അവസരം അവർ നിഷേധിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എനിക്കത് കിട്ടിയിട്ടില്ലെങ്കിൽ നാളെ എനിക്ക് ഇതിലും വലുതെന്തോ നല്ലത് വരാനായിട്ട് വെച്ചിരിക്കുന്ന. ചിലപ്പോൾ ഇത് ചെന്ന് കഴിഞ്ഞാൽ ഇത് എൻ്റെ ഒരു കംഫർട്ട് സോൺ ആയിട്ട് ഞാൻ ഇവിടെ ഇരുന്ന് പോവായിരിക്കും. എനിക്ക് അങ്ങനെ ഒരു പാസിംഗ് ക്ലൗഡ് ആവാൻ താല്പര്യം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ അധികം അതിനെപ്പറ്റി ബോധർ ചെയ്യാറില്ല എന്നുള്ളതാ. പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഈ സിനിമ ഇൻഡസ്ട്രിയിൽ ചാൻസസ് കിട്ടണമെങ്കിൽ പല വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാവണമെന്ന് പല സ്ത്രീകളും പറഞ്ഞു കേട്ടിട്ടുണ്ട്. റീസെന്റ് രഞ്ജിത്തിന്റെ കേസ് വെച്ച് നോക്കുമ്പോൾ അദ്ദേഹം ക്യാരവാനിൽ വെച്ചൊരു പെൺകുട്ടിയുടെ അടുത്ത് മോശമായി പെരുമാറിയെന്ന് പറഞ്ഞ് അദ്ദേഹം പോലീസ് കസ്റ്റഡിയിലായി. ഈ കേസൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഒരു നടി എന്ന നിലയിൽ ഇത്തരം കാര്യങ്ങളോടൊക്കെ എങ്ങനെയാണ് ശ്രുതി പ്രതികരിക്കുന്നത്? ഉണ്ടോന്ന് ചോദിച്ചാൽ ഉണ്ട്, ഇല്ലേന്ന് ചോദിച്ചാൽ ഇല്ല. അതാണ് സംഭവം. നമുക്കിപ്പോൾ അത് ഏത് ഇൻഡസ്ട്രിയിലാണെങ്കിലും, ഇപ്പം ഞാൻ ഒരുപാട് ട്രാവൽ ചെയ്യുന്ന ഒരാളാണ്, ഒരുപാട് മേഖലയിലുള്ള സുഹൃത്തുക്കൾ എനിക്കുണ്ട്, എല്ലായിടത്തും ഉണ്ട് ഇത് സിനിമ ഇൻഡസ്ട്രി കുറച്ചൊരു ഗ്ലാമറസ് സ്പോട്ട്ലൈറ്റ് ഇൻഡസ്ട്രി ആയതുകൊണ്ട് ഇത് നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് പറയുന്നു, അല്ലെങ്കിൽ ഇതിനൊരു എന്താ പറയുക, ഒരു ന്യൂസ് വാല്യൂ വരുന്നു എന്ന് പറയാം. മറ്റേതാണെങ്കിൽ ഒരു ദിവസത്തെ അരമണിക്കൂറിലെ ന്യൂസിൽ പറഞ്ഞു പോയി പരാമർശിച്ചു പോകും എന്നുള്ളതേ ഉള്ളൂ. അപ്പം എല്ലായിടത്തും ഇതുണ്ട്, ഇതിനകത്തും അതുണ്ട്. ഇറ്റ് ഈസ് ലൈക്ക് നമുക്ക് ഈ കാസ്റ്റിംഗ് കൗച്ച് പോലെയുള്ളതോ അഡ്ജസ്റ്റ്മെന്റ്സ് ചോദിക്കുന്നതോ മണി ചോദിക്കുന്നതോ ആ ഒരു ഫേസ് ഉണ്ട്. പക്ഷെ അതുപോലെ അല്ലാതെ കലയെ മാത്രം സ്നേഹിക്കുന്നവരും ഇപ്പുറത്തെ സൈഡിലുണ്ട്. അത് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നതും അത് വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നതും നമ്മളാണ്. ഇപ്പൊ എനിക്ക് ഈ പറയുന്നത് പോലെ എനിക്ക് മോശം അനുഭവം ഉണ്ടായിട്ടുണ്ട്, ഇല്ല എന്നല്ല. പക്ഷെ എനിക്ക് അതുകൊണ്ട് അഫക്റ്റഡ് ആയിട്ടില്ല. കാരണം എനിക്ക് കുറച്ച് എൻ്റെ സൗണ്ട് പോലെ തന്നെ എനിക്ക് കുറച്ച് പ്രതികരണശേഷിയും കൂടുതലുള്ളതാണ്. അപ്പം ഞാൻ അപ്പം തന്നെ പ്രതികരിക്കും. ഞാൻ സിനിമയ്ക്ക് വേണ്ടിയിട്ട് സാക്രിഫൈസ് ചെയ്ത് നിൽക്കേണ്ട കാര്യമില്ല. സിനിമയ്ക്ക് വേണ്ടിയിട്ട് എൻ്റെ ബോഡി സാക്രിഫൈസ് ചെയ്യാം. കാരണം ഈ പറയുന്നത് പോലെ ഒരു ഫൈറ്റ് സീൻ വരികയാണ്, അല്ലെങ്കിൽ ഇപ്പം എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു മുറിവ് വന്നു, കാലോ കയ്യോ ഒടിഞ്ഞു, അത് നമുക്ക് സാക്രിഫൈസ് ചെയ്യാം. കാരണം നമുക്ക് ഇഷ്ടമുള്ള ഒരു പാഷന് വേണ്ടിയിട്ട് നമ്മളത് ചെയ്തപ്പോൾ പറ്റിപ്പോയതാണ്. പക്ഷെ അല്ലാതെ ഒരു അവസരത്തിന് വേണ്ടിയിട്ട് ഒരു അഡ്ജസ്റ്റ്മെന്റിനോ നിന്നിട്ട് ഒരു അവസരം കിട്ടുന്നതിൽ നമുക്ക് എന്ത് കഴിവാണുള്ളത്? ആ ഒരു കഴിവിനെ നമുക്കിത് പറയാൻ പറ്റില്ലല്ലോ. അതിലും വലിയ ഗതികെട്ടവൻ വേറെ ഇല്ലാന്നേ പറയാനുള്ളൂ. അങ്ങനെ ഈ ഒരു ഇൻഡസ്ട്രി വേണോ, അങ്ങനെ അഭിനയിക്കണോ എന്ന് ചോദിച്ചാൽ എനിക്കത് വേണ്ട. എനിക്കതിനോട് താല്പര്യമില്ല, എനിക്കത് വേണ്ടതാനും. എനിക്ക് അങ്ങനെ വേണ്ടത് എന്തായാലും അങ്ങനെ സമ്പാദിച്ചിട്ടേ ജീവിക്കാൻ പറ്റൂ എന്നുള്ളത് ദൈവം സഹായിച്ച അങ്ങനെ ഒരു ബുദ്ധിമുട്ട് എനിക്കില്ല. അതുകൊണ്ട് അത് വേണ്ട എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ ഇത് എല്ലാ ഇൻഡസ്ട്രിയിലും ഉണ്ട്. ഞാൻ പറയുന്നത് നമ്മൾ ബോൾഡായിട്ടിരിക്കുക. ഇപ്പൊ ഇഫ് യു ആർ നോട്ട് കംഫർട്ടബിൾ വിത്ത് ദാറ്റ്, അത് പറയുക, ഇത് താല്പര്യമില്ല, അങ്ങനെ എനിക്ക് ആ ഒരു അവസരത്തിന്റെ ആവശ്യമില്ല എന്നുള്ളത് വളരെ സ്ട്രോങ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആരും നമ്മളെ ഒന്നും ചെയ്യില്ല. പക്ഷെ നമുക്കൊരു പാഷൻ ഉണ്ട്, ആ പാഷൻ അച്ചീവ് ചെയ്യണം എന്ന് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും. അതിന് വേണ്ടിയിട്ട് ഏതറ്റം വരെ പോകാനും നമ്മൾ തയ്യാറായിരിക്കും. പക്ഷെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വെച്ചിട്ട് അതിനെ ബാർഗെയിൻ ചെയ്യുമ്പോൾ അത് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ അവസരം നിഷേധിക്കുന്നതിന് തുല്യമല്ലേ? യെസ്, അതാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ അവസരങ്ങൾ നിഷേധിക്കുകയാണ്. പക്ഷെ നമുക്ക് മനുഷ്യന്മാരെ മാറ്റാൻ പറ്റില്ല. നമ്മളിപ്പോൾ ഈ റൂമിൽ 5 പേര് ഇരിപ്പുണ്ട്, 5 പേർക്കും 5 സ്വഭാവമാണ്. നമ്മളിത് എത്ര മാറ്റാൻ ശ്രമിച്ചാലും
എല്ലാവർക്കും അവരുടെ ഇൻഡിവിജ്വാലിറ്റി ഉണ്ട്, ഇത് മാറ്റാൻ പറ്റത്തില്ല. അപ്പം നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? വിൽ പേഷ്യൻ്റ്ലി വെയിറ്റ്. ഇപ്പം ഇയാൾ മാത്രം, ഈ ഒരു വ്യക്തി മാത്രമല്ലല്ലോ സിനിമ ചെയ്യുന്നത്, ദർ ഇസ് ലോട്ട് ഓഫ് പീപ്പിൾ അല്ലേ. ഞാൻ ഇപ്പം ചിലപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കും എനിക്കിപ്പം ബാക്ക് ടു ബാക്ക് അവസരങ്ങൾ വരാത്തത്. ഞാൻ പൊതുവെ എല്ലായിടത്തും ഓപ്പൺ ആയിട്ട് പറയുന്നത്. അപ്പോൾ എന്നോട് ചോദിക്കുന്നതിന് മുമ്പ് തന്നെ അവർക്ക് അറിയാമായിരിക്കും ഇതായിരിക്കും പ്രതികരണം എന്നുള്ളത്. വെറുതെ പ്രതികരിച്ച് നാണം കിടുന്നതിലും നല്ലത് പ്രതികരിക്കാതിരിക്കുന്നതല്ലേ. അപ്പം നമ്മൾ ചൂസ് ചെയ്യുക, നമ്മുടെ ലൈഫിൽ അത് റിഗ്രറ്റ് ആവും. അങ്ങനെ ചെയ്യുന്നവരാണ്, അവർക്കത് ഓക്കെ ആണെങ്കിൽ ഓക്കെ. പക്ഷെ പിന്നീട് കംപ്ലൈൻറ്റ് ചെയ്യാൻ നിൽക്കരുത്. ഇപ്പം നമ്മൾ അങ്ങനെ പോയി അല്ലെങ്കിൽ അതിന് ഓക്കെ പറഞ്ഞു, അവർക്ക് അവസരം നിഷേധിക്കുകയാണ്. അവർക്ക് അപ്പോഴും ഒരു ഓപ്ഷൻ ഉണ്ട്, സിനിമ അല്ലാതെ വേറൊരു ലൈഫ് ചൂസ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ പേഷ്യൻ്റ്ലി വെയിറ്റ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. ഞാൻ 5 വർഷം വെയിറ്റ് ചെയ്ത ആളാണ്, 1 2 അല്ല, 5 years ഐ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ വന്നപ്പോഴത്തേക്കും പറ്റില്ല എന്ന് തന്നെ പറഞ്ഞു. ആ പെയിൻ എനിക്കറിയാം. പക്ഷേ ദർ ഇസ് എ പെയിൻ, നോ ദർ ഇസ് എ ഗെയിൻ. നമുക്ക് പെയിൻ ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരു ഗെയിൻ ഉള്ളത്. അല്ലാതെ നമുക്ക് അപ്പോൾ ഒരു ഈസി വേ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് അത്ര വലിയ ഗെയിൻ നമുക്ക് ഉണ്ടാവില്ല. നമുക്കൊരു റിഗ്രറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. എത്രയൊക്കെ നമ്മൾ വെളിയിൽ കാണിച്ചാലും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ടാവും നമ്മൾ ഇങ്ങനെ സാക്രിഫൈസ് ചെയ്തിട്ടാണല്ലോ എന്നുള്ളത്. അതിനൊരു അവസരം ഉണ്ടാക്കാതിരിക്കുക. കാരണം നാളെ നമ്മളത് വേറൊരാളോട് പറഞ്ഞാലും, ഇങ്ങനെ എനിക്കൊരു ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞാലും, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ദേ വിൽ ആസ്ക് ഈസ് ദാറ്റ് എന്തുകൊണ്ട് നേരത്തെ പറഞ്ഞില്ല. കറക്റ്റ്. എന്തുകൊണ്ട് നോ പറഞ്ഞില്ല, എന്തുകൊണ്ട് നേരത്തെ പറഞ്ഞില്ല എന്നുള്ളത് എങ്ങനെയൊക്കെയാണേലും ബ്ലെയിം നമുക്കായിരിക്കും. അപ്പം എന്തിനാണ് അനാവശ്യമായിട്ടുള്ളൊരു ഇത്, നമുക്ക് അങ്ങനെ ഒരു ക്വസ്റ്റ്യനബിൾ ആയിട്ടുള്ളൊരു പൊസിഷനിൽ നിൽക്കാതിരിക്കുക എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അവസരം കിട്ടും, ഇല്ല എന്നല്ല. ഒരുപാട് നല്ല ആൾക്കാരുണ്ട്, ഒരുപാട് ഞാൻ കണ്ടവരിൽ നല്ല ആൾക്കാരുണ്ട്. ഇപ്പം അനൂപേട്ടൻ്റെ കാര്യം, എനിക്ക് പേഴ്സണലി വർക്ക് ചെയ്തവരുടെ കാര്യമാണ് പറയാൻ പറ്റുള്ളൂ. ഹി ഈസ് എ ജം ആക്ച്വലി. എനിക്കിപ്പോൾ പത്മ തന്നതാണെങ്കിലും അത് കഴിഞ്ഞ് സിൻഡ്രല്ല തന്നു. ഇറ്റ് വാസ് ലൈക്ക് ഭയങ്കര നീറ്റ് വർക്ക്. നമുക്ക് എല്ലാ രീതിയിലും നമ്മളെ കംഫർട്ടബിൾ ആക്കിക്കൊണ്ട്, സിനിമേനെ മാത്രം സ്നേഹിച്ചുകൊണ്ട്, സിനിമ എടുക്കണമെന്ന് മാത്രമുള്ള, അവിടെ നമുക്ക് ചെല്ലുമ്പോൾ ആ ഒരു എനർജി ഫീൽ ചെയ്യും. മൊത്തം സിനിമേനെ പ്രേമിക്കുന്നവരാണ്. അപ്പം നമുക്ക് വിധിച്ചിട്ടുള്ളതാണെങ്കിൽ വരും. പിന്നെ ഈ പറയുന്നത് പോലെ എത്ര സൂപ്പർ ഹിറ്റുകളാണ് അങ്ങനെ അല്ലാന്ന് പറഞ്ഞാലും എത്രയോ നടിമാരെ നമ്മൾ കണ്ടിരിക്കുന്നു. പക്ഷെ ഒരു പോയിന്റ് കഴിയുമ്പം ദേ ആർ നോട്ട് ദെയർ അല്ലേ. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അവരെ കാണാനില്ല. അവരെവിടെയെന്ന് ചോദിച്ചാൽ അറിയില്ല, അവരെന്താ ചെയ്യണേന്ന് ചോദിച്ചാൽ അറിയില്ല. ഈ അടുത്ത് മറ്റേ ആക്ട്രസ്, ഐ ഡോണ്ട് റിമെമ്പർ ഹെർ നെയിം, പുള്ളിക്കാരി ഇരുന്ന് പാടുന്ന ഒരു വീഡിയോ വൈറലായിരുന്നല്ലോ ബീച്ചിന്റെ സൈഡിലെങ്ങാണ്ടോ. മനസ്സിലായി. ഐ ഡോണ്ട് റിമെമ്പർ ഹെർ നെയിം, ഐ എം സോറി. പക്ഷെ അപ്പോഴും ഞാൻ ഇതാണ് ചിന്തിച്ചത്. നോക്കൂ, നമ്മള് ഒരുപാട് ആഗ്രഹിച്ച്, ഉഷ ആനന്ദമാണ്, യെസ്, ഒരുപാട് ആഗ്രഹിച്ച്. ഷീസ് എ വെരി ബ്രില്യൻ്റ് ആക്ട്രസ്. പക്ഷെ യൂട്ടിലൈസ് ചെയ്യുന്നില്ല. അപ്പം നമുക്ക് അറിയണം നമ്മൾ എവിടെ ഫുൾ സ്റ്റോപ്പ് ഇടണം, എവിടെ നമ്മൾ ഡ്രിഫ്റ്റ് ചെയ്ത് പോകണം. നമ്മുടെ കരിയർ നമ്മളൊന്നുമായിട്ട് അത്രയും കമ്മിറ്റഡ് ആകാൻ പാടില്ല. നമുക്കത് ചേഞ്ച് ചെയ്യണം എന്നുള്ള സമയത്ത് നമുക്ക് ചേഞ്ച് ചെയ്യാൻ അറിയണം. കാരണം ബേസിക്കലി നമുക്ക് വളരെ കുറച്ച് ലൈഫ് സ്പാൻ ആണുള്ളത്. ഇതിൽ സർവൈവലാണ് മെയിൻ. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആരും ഉണ്ടാവില്ല. അപ്പം അത് കാരണം പാഷൻ കണ്ടിന്യൂ ചെയ്യണം. ഞാൻ ഇപ്പോഴും പാഷനേറ്റ് ആയിട്ടുള്ളവരാണ്. ഇപ്പോഴും നല്ല അവസരം വന്നാൽ ഞാൻ അഭിനയിക്കാൻ റെഡിയാണ്. അഭിനയിക്കാൻ വേണ്ടിയിട്ട് രാപ്പകലില്ലാതെ കഷ്ടപ്പെടാനും ഞാൻ റെഡിയാണ്. പക്ഷേ രാപ്പകലില്ലാതെ കഷ്ടപ്പെടാനേ പറ്റുള്ളൂ, അല്ലാതെ പറ്റില്ല. അപ്പം ആ നോ പറയാൻ അറിയണം എന്നാണ് ഞാൻ പറയുന്നത്. അതിപ്പം കുട്ടികളാണ് കൂടുതലും ഓഡീഷൻസിനൊക്കെ പോകുന്നത്. സോ ദേ ഷുഡ് തിങ്ക് ദാറ്റ് ഇതല്ലെങ്കിൽ അടുത്തത് വരും. നിങ്ങൾക്ക് ആ ഒരു ത്രൈവ് ഉണ്ട് എന്നുണ്ടെങ്കിൽ, ആ ഒരു ഏർജ് ഉണ്ട് എന്നുണ്ടെങ്കിൽ, ഡെഫിനറ്റ്ലി യു വിൽ റീച്ച്. ചോദിക്കാൻ പാടുണ്ടോന്ന് അറിയില്ല, എന്നാലും ഞാൻ ചോദിക്കുകയാണ്. നേരത്തെ ശ്രുതി പറഞ്ഞല്ലോ താങ്കൾക്കും ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞല്ലോ. അത് എന്ത് തരത്തിലുള്ള അനുഭവമാണ്? എന്താണ് അവര് നിങ്ങളുടെ അടുത്ത് ചോദിക്കുന്നത്? അത് ഈ പറയുന്ന പോലെ കാസ്റ്റിംഗ് കൗച്ച് പോലെ തന്നെ. അതെനിക്ക് ഇവിടെ നിന്നല്ല, തമിഴ് ഇൻഡസ്ട്രിയിൽ നിന്നാണ് വന്നിട്ടുള്ളത്. എനിക്ക് മലയാളത്തിൽ നിന്ന് ഇതുവരെ അങ്ങനെ ഇറ്റ് ഈസ് ലൈക്ക് നമുക്ക് ലാഞ്ചൽ കാണുമ്പോഴേ അറിയാവുന്നത് കൊണ്ടായിരിക്കും നമുക്ക് അപ്പോഴേ നമ്മുടെ സ്വഭാവം വെളിയിലോട്ട് എടുക്കുമ്പോഴത്തേക്കും അവർ പിന്നെ അത് ചോദിക്കാതെ എങ്ങനെയെങ്കിലും ഡ്രിഫ്റ്റ് ചെയ്ത് പോകും. പിന്നെ ആദ്യമേ ഞാൻ ഇവിടെ ഇപ്പം എനിക്ക് തോന്നുന്നു ഫെമിലിയർ ആയതും ചക്കപ്പഴം എന്ന് പറയുന്ന ഒരു ഇതിൽ നിന്നായതുകൊണ്ട് ഓൾറെഡി ഫെമിലിയർ ഫേസ് ആണ് ഇവിടെ കേരളത്തിൽ. സോ അത് കാരണം നമുക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് എനിക്ക് ഇവിടുന്ന് വന്നിട്ടില്ല. പക്ഷെ തമിഴ് ഇൻഡസ്ട്രിയിൽ നിന്നാണ് അത് വന്നിട്ടുള്ളത്. അത് ഈ പറയുന്ന പോലെ ഓഡീഷൻ ഇതായി അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ പറയുന്നത് പോലെ 1 night അഡ്ജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ മെയിൻ ലീഡിലേക്ക്, സപ്പോർട്ടിങ് റോളായിരുന്നു അതിന്, മെയിൻ ലീഡിലേക്ക് ഞാൻ അതിൻ്റെ ആവശ്യമില്ല പറഞ്ഞു. പക്ഷെ ഞാൻ മറ്റേതും ചെയ്തില്ല. വൺസ് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് മറ്റേ പ്രൊജക്ട് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ നിർത്തുപോയി. അപ്പോൾ അത് കാരണം ഞാൻ ചെയ്തില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ ഇവരായിട്ട് ഇങ്ങനെ ഡയറക്റ്റ് കോണ്ടാക്ട്സ് വരുന്നത് കൊണ്ടാണ് ഞാൻ ആ സിനിമകൾ കാണാൻ പിന്നെയും ഒരു വർഷമൊക്കെ പോയി ഒന്ന് റിലാക്സ് ചെയ്ത് വന്നു കഴിഞ്ഞപ്പോൾ വീണ്ടും സിനിമകളൊക്കെ കാണാൻ തുടങ്ങി. കാണില്ല എന്നല്ല, പക്ഷെ ചിലരെ കാണുമ്പോൾ നമുക്ക് അറിയാവുന്നത് കൊണ്ടും എന്തിനാ വെറുതെ എന്ന് തോന്നിപ്പോകും ചില സമയത്ത്.
ശ്രുതി സാധാരണഗതിയിൽ ആളുകളെ പോലെയല്ല, എല്ലാ കാര്യത്തിലും പറയേണ്ട കാര്യത്തിനൊക്കെ അത് പ്രതികരിക്കാറുണ്ട്. സോഷ്യൽ മീഡിയ വഴി നമ്മളെല്ലാവരും കാണുന്ന ഒരു കാര്യമാണ്. നേരെ നമ്മളൊരു കാര്യം പറഞ്ഞു, എന്താ മലയാള സിനിമയിലായാലും എല്ലാ സിനിമ ഇൻഡസ്ട്രിയിലായാലും പെണ്ണുങ്ങൾക്ക് എന്തുകൊണ്ട് ചില സമയം കഴിയുമ്പോൾ പെണ്ണുങ്ങൾ അപ്രത്യക്ഷമാവും, ആണുങ്ങളൊക്കെ അവിടെ തന്നെ ഉണ്ടാവും, അവർ ഏതെങ്കിലുമൊക്കെ റോൾ അല്ല ചെയ്തിട്ടുണ്ടാവും. അങ്ങനെയല്ല കേട്ടോ, അത് നമ്മളുടെ വളരെ മിസ്കൺസെപ്റ്റ് ആണ്. നമ്മൾ ആണുങ്ങളുടെ കാര്യം നോക്കിയാലും മതി, എത്രയോ നല്ല ആക്ടേഴ്സ് ഉണ്ടായിരുന്നു നമുക്ക്, അവരെയും കാണാനൊന്നും ഇല്ല. പക്ഷെ നമ്മൾ ഈ പറയുന്നത് പോലെ വീണ്ടും വീണ്ടും പോയി അവസരം ചോദിച്ചുകൊണ്ടിരിക്കുന്നവര്, അല്ലെങ്കിൽ ഇത് വിടാതെ ഇപ്പൊ നമ്മളൊരു 2 പടം ചെയ്ത് കഴിയുമ്പോഴത്തേക്കും മാറിപ്പോകുന്ന കുറെ ആക്ടേഴ്സ് ഉണ്ട്. ഇപ്പൊ നോട്ട്ബുക്കിലെ നായകൻ, ഹി വാസ് വെരി നൈസ്, ഹി ഈസ് നോട്ട് ദെയർ നോ, ഇപ്പൊ ഇൻഡസ്ട്രിയിലില്ല. അങ്ങനെ ആണുങ്ങളും ഉണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു പ്രതികരിക്കുന്നത് പെണ്ണുങ്ങളായതുകൊണ്ട് അവര് പിന്നെ അവരുടെ വീടായി, പ്രാരാബ്ധമായി, കുട്ടികളായി, അങ്ങനെയെന്ന് പറഞ്ഞു പോകുന്നു. പെണ്ണുങ്ങൾ വീണ്ടും കുറച്ചുകൂടെ പ്രതികരിക്കുന്നത് കൊണ്ടായിരിക്കും അങ്ങനെ പറയുന്നത്. പക്ഷെ വിത്തൗട്ട് ജെൻഡർ ഡിഫറൻസ് ഈ ഇൻഡസ്ട്രിയുടെ മാത്രം അത് നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം ഇപ്പൊ ഒരാൾ എഴുതുമ്പോഴത്തേക്കും ഇപ്പൊ ജെൻസി വൈബിലാണ് ഒരു സ്ക്രിപ്റ്റ് എഴുതുന്നത്. അപ്പം ജെൻസി വൈബിൽ എഴുതുമ്പോൾ ജെൻസിയിലുള്ളവരല്ലേ കൊണ്ടുവരാൻ പറ്റുള്ളൂ. അതിലിപ്പം നമുക്ക് ആ സിനിമയിലുള്ളവരെയും കുറ്റം പറയാൻ പറ്റില്ല. അവർ എഴുതുന്ന സ്ക്രിപ്റ്റ്, കാലത്തിനൊത്ത് നമ്മൾ കാണേണ്ട സ്ക്രിപ്റ്റ് ഒക്കെ അങ്ങനെ പറ്റുള്ളൂ. ഇപ്പൊ ആശാൻ മൂവി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു മൂവിയാണ്. അതിനകത്ത് ഇന്ദ്രൻ സേനന്റെ ക്യാരക്ടർ വേറെ ആര് ചെയ്താലും അത് ഒക്കത്തില്ല. വേറെ ആര് ചെയ്താലും നമുക്ക് ആശാൻ എന്നുള്ള ആ ഒരു ക്യാരക്ടർ കണക്ട് ആവില്ല. കാരണം അത് ഇന്ദ്രൻ സേട്ടൻ ചെയ്താലേ പറ്റുള്ളൂ. ഇപ്പം ഈ മുൻനിര നിൽക്കുന്ന ഏത് ആക്ടർ അത് ചെയ്താലും ഇത്ര അതിന് ഇമ്പാക്ട് ഉണ്ടാവുമോ എന്ന് എനിക്ക് ഡൗട്ടാണ്. പക്ഷെ അതൊരു വളരെ ചെറിയ മൂവിയാണ്. നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തുള്ളവർ ആരും ആർട്ടിസ്റ്റുകളല്ല, വേറെ വളരെ ചെറിയ മൂവിയാണ്. പക്ഷെ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കഥാപശ്ചാത്തലമാണ് നമ്മളെ അവിടെ പിടിച്ചിരുത്തുന്നത്. അപ്പം അതുപോലെയാണ് ഇപ്പൊ ഓരോന്ന് വരുമ്പോ, ഇപ്പൊ പ്രേമലു വരുമ്പോഴത്തേക്കും ഇതിനകത്ത് ഇവരെ ആരെയും ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. അതാ കുട്ടികളുടെ ഇതിൽ വരുന്ന മൂവിയാണ്, ജെൻസി കൈൻഡ് ഓഫ് മൂവിയാണ്. അപ്പം ഓരോ സിനിമയ്ക്കും അതിനെ ആവശ്യപ്പെട്ടവരെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ ഓട്ടോമാറ്റിക്കലി മാറി കൊടുക്കേണ്ടി വരും, വഴിമാറി കൊടുത്തു തന്നെ പറ്റുള്ളൂ. പിന്നെ അല്ലാതെ ഒരു പോയിന്റ് കഴിഞ്ഞ് ഒരു ലെവലിലേക്ക് എത്തിയവരാണ് സർവൈവ് ചെയ്ത് പോകുന്നവർ. അല്ലാതെ നമുക്ക് ഈ പറയുന്നത് പോലെ എല്ലാരെയും സർവൈവ് ചെയ്യണം എന്ന് പറഞ്ഞാൽ എന്തായാലും നടക്കൂലല്ലോ. അല്ലെ നമുക്ക് ഭയങ്കര എക്സ്ട്രാ ഓർഡിനറി കഴിവ് വേണം. അതുള്ളവര് മോഹൻലാലും മമ്മൂട്ടിയും അങ്ങനെയൊക്കെയല്ലേ നിൽക്കുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ പറയാൻ പറ്റില്ല. നമുക്ക് ഡിപ്പെൻസ് ആണ്. ഇപ്പം നമുക്ക് എല്ലാവരും ആണെങ്കിലും, ഇപ്പം ഇന്നസെന്റ് അങ്കിൾ ആണെങ്കിലും, ഇന്നസെന്റ് അങ്കിൾ മരിക്കുന്നതിന് മുമ്പ് വരെ വളരെ ലാസ്റ്റ് ആയപ്പോൾ വളരെ റയർ മൂവീസ് ആണ് ചെയ്തിട്ടുള്ളത്. കാരണം കാലം മാറി കഴിഞ്ഞപ്പോഴത്തേക്കും അവരുടെ ആ ഒരു സ്പേസ് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഹി ഈസ് വെരി ഫെമിലിയർ അല്ലേ. അതുപോലെ നമുക്ക് 2 ജേർണേഴ്സിലും ഈ പറയുന്നത് പോലെ അവസരങ്ങൾ കുറച്ച് കഴിയുമ്പോൾ ഞാൻ പേഴ്സണലി പറയുന്നത് നമ്മളൊരു ബാക്കപ്പ് ഇടുക എന്നുള്ളതാണ്. നമ്മുടെ ലൈഫ് വെറുതെ കളയാതിരിക്കുക. നമ്മളൊരു ബാക്കപ്പ് എന്തായാലും ഓപ്ഷൻ ജീവിക്കാനുള്ളത് ആക്കി വെക്കുക. പാഷൻ കണ്ടിന്യൂ ചെയ്യണം, സ്റ്റോപ്പ് ചെയ്യരുത്. പക്ഷെ എപ്പോഴും ഒരു ബാക്കപ്പ് ഉണ്ടാകുക എന്നുള്ളതാണ്. ഇപ്പോൾ ഞാൻ എൻ്റെ അഭിമാനം എവിടെയും പണയം വെക്കില്ല എന്നൊരു തീരുമാനം എടുത്തത് കൊണ്ടാണ് താങ്കൾക്ക് അവസരം കുറയുന്നത് എന്നുള്ള ഒരു ചിന്ത നമുക്കുണ്ടാവും. അതുപോലെ തന്നെ അതിനോട് പ്രതികരിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിനെ ഒപ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരുപാട് സിനിമകൾ സംവിധാനം ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാൻ അതിനുവേണ്ടി പരിശ്രമിച്ചിട്ടുണ്ട് എന്ന് താങ്കൾ പറയുന്നത്. അത് ശരിയല്ലേ ഒരു കണക്കിന് പറഞ്ഞാൽ? അഭിമാനം പണയം വെക്കില്ല എന്ന് പറയുന്നത് പോലെ തന്നെയും അവരും അവസരം തരണമല്ലോ. അതൊരു വലിയ പോയിന്റ് ആണ്. അവർക്ക് ഈ പറയുന്ന പോലെ ഒരു സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ തോന്നണം, നമ്മളെ വിളിക്കണമെന്ന് തോന്നണം, അല്ലെങ്കിൽ നമ്മളുള്ള ഒരു ട്രസ്റ്റ് അവർക്ക് ഉണ്ടാവണം. അതും ഉണ്ട്. ഇപ്പം നല്ല രീതിയിൽ എടുക്കുന്നവരുണ്ട്. അപ്പം അവർക്കാണെങ്കിലും നമ്മളെ അവിടെ കാസ്റ്റ് ചെയ്യാൻ തോന്നിക്കുക എന്നുള്ളത് ഒരു ദൈവാനുഗ്രഹമോ എന്തോ ആണ്. പിന്നെ സംവിധാനം എന്ന് പറഞ്ഞാൽ ഞാൻ ഷോർട്ട് ഫിലിംസ് ആണ് ചെയ്തിട്ടുള്ളത്. അതിന് അവാർഡ്സ് കിട്ടിയിട്ടുണ്ട്. അപ്പം എൻ്റെ ഒരു മൈൻഡ് ആയിരുന്നു നല്ലൊരു വർക്ക് സംവിധാനം. കാരണം ഇപ്പോഴും എൻ്റെ കൂടെ എൻ്റെ ഫ്രണ്ട് സർക്കിളിലുള്ളവർ ആൺകുട്ടികളും പെൺകുട്ടികളും ഇപ്പോഴും അവസരത്തിന് വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നവരുണ്ട്. ഇപ്പോഴും ഞാൻ കുറേ പേരെ റെഫർ ചെയ്തിട്ടും അവർക്ക് അവസരം കിട്ടാതിരിക്കുന്നവരുണ്ട്. അപ്പം നമ്മൾ ഒരു ഡയറക്ടോറിയൽ ഒരു സ്റ്റേജിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇവർക്ക് അവസരം കൊടുക്കാമല്ലോ എന്നുള്ളൊരു തോട്ട് എൻ്റെ കയ്യിലുണ്ട്. അങ്ങനെ ഒരു തോട്ട് ഉണ്ട് എനിക്ക്. പക്ഷെ ഇപ്പോൾ ഒരു ഡയറക്ഷൻ മൈൻഡ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇപ്പം അതില്ല. നേരത്തെ പറഞ്ഞു ഒരു ബാക്കപ്പ് വേണം എന്ന് പറഞ്ഞു. ആ ബാക്കപ്പിൻ്റെ ഭാഗമായിട്ടാണ് പെർഫ്യൂം ഉണ്ടാക്കുന്ന ഒരു കല പഠിക്കണം എന്ന് തീരുമാനിക്കുന്നതും അത് പഠിച്ചിട്ട് അല്ല, ബാക്കപ്പിന്റെ ഭാഗമായിട്ട് തുടങ്ങിയതല്ല. അവിടെയാണ് ഇതിന്റെ ട്വിസ്റ്റ്. ബാക്കപ്പിന്റെ ഭാഗമായിട്ടാണ് എൻ്റെ ഡിഗ്രി.
ഞാൻ PG ജേർണലിസമാണ്. അപ്പൊ എൻ്റെ ബാക്കപ്പ് എന്നും എനിക്ക് എപ്പോഴും ഞാൻ ഓരോ തവണയും ഇങ്ങനെ എന്തെങ്കിലും വരുമ്പോൾ നോ പറയുമ്പോഴും എൻ്റെ ഒരു കോൺഫിഡൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇടയ്ക്കും എന്നെ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് വിളിച്ച കോളേജുകളുണ്ട്, വയനാട്ടിൽ നിന്നും ഒക്കെ ഉള്ള കോളേജിൽ നിന്ന് വിളിച്ചിട്ടുണ്ട്. സോ എൻ്റെ ബാക്കപ്പ് എൻ്റെ വിദ്യാഭ്യാസമായിരുന്നു. ഞാൻ അതിൽ പഠിച്ചിട്ടുള്ളത് കൊണ്ടും എനിക്ക് പഠിപ്പിക്കാൻ അറിയാമെന്ന് എനിക്കറിയാവുന്നത് കൊണ്ടും എൻ്റെ ബാക്കപ്പ് എന്ന് പറയുന്നത് ഇപ്പം ഇതൊന്നും ഇല്ലെങ്കിലും ഞാൻ തിരിച്ച് പഠിപ്പിക്കാൻ കയറും പ്രൊഫസറായിട്ട് എന്നുള്ളതാണ് എൻ്റെ ബാക്കപ്പ്. പെർഫ്യൂം ഇതിൻ്റെ ഇടയിൽ വന്നതാണ്. പക്ഷെ സ്റ്റിൽ ഇപ്പോൾ എൻ്റെ ലൈഫിൽ എൻ്റെ ബാക്കപ്പ് പെർഫ്യൂമായിട്ടാണ് നിൽക്കുന്നത്. കാരണം ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ അറിയാം, മെയിൻ ഇൻഡസ്ട്രിയിലുള്ള ഒരു വർക്ക്സും ഞാൻ ചെയ്യുന്നില്ല. ഇപ്പം റീസെൻ്റ്ലി വേറൊരു ചാനലിൽ ഒരു കോമഡി ഷോ ചെയ്തിട്ടുണ്ട്. അത് ടെലികാസ്റ്റ് ആവാൻ പോകുന്നതേ ഉള്ളൂ. ഇപ്പോൾ വന്നതിന് ശേഷം ജസ്റ്റ് ഒരു എപ്പിസോഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ അത് നമുക്കൊരു ബാക്കപ്പായിട്ട് വെക്കാൻ പറ്റില്ല. നമുക്ക് ചിലവില്ലേ, നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നടക്കണ്ടേ, എല്ലാ കാര്യങ്ങളും നടക്കണമല്ലോ. അപ്പോൾ ഇപ്പോൾ എൻ്റെ ബാക്കപ്പ് പെർഫ്യൂമാണ്. അത് എന്തോ ഒരു ഇതിൽ അതെൻ്റെ ബാക്കപ്പായി മാറിയതാണ്. ദുബായ് ജീവിതം എങ്ങനെയുണ്ടായിരുന്നു? ഇറ്റ് വാസ് ഗുഡ്. പക്ഷെ ഒരു കാര്യം ഞാൻ ദുബായ് ജീവിതത്തിൽ നിന്ന് പഠിച്ചതും എന്താ എനിക്ക് അപ്പം നിൽക്കുമ്പോഴും പറയണമെന്ന് തോന്നിയതും, നമ്മൾ പ്രവാസികൾ വരുമ്പോൾ നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എന്താ ഒന്നും കൊണ്ടുവന്നില്ലേ, നമുക്കൊന്നും കൊണ്ടുവന്നില്ലേന്ന്. ഡോണ്ട് ഡു ദാറ്റ്. കാരണം അവർ ഞാൻ ഒരുപാട് പേരെ നേരിട്ട് കണ്ടു. എനിക്കെന്തായാലും അങ്ങനത്തെ ബുദ്ധിമുട്ട് വന്നിട്ടില്ല. എനിക്ക് ജോലി കിട്ടി, എന്നെ ഇവിടുന്ന് അങ്ങോട്ടേക്ക് വിളിച്ചിട്ടാണ് ഞാൻ പോകുന്നത്. ഞാനൊരു ജോലി തപ്പേണ്ടി വന്നിട്ടില്ല. ഒരുപാട് പേര് ജോലി തപ്പേണ്ടി വന്നത്, ബെഡ് സ്പേസിൽ നിൽക്കുന്നത്, അവർ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ, കാരണം ദുബായിൽ നമുക്ക് ലിവിങ് കോസ്റ്റ് കുറച്ച് കൂടുതലാണ്. അപ്പം നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒരു വാഷ്റൂം പോലും നമുക്ക് ചിലപ്പോൾ കിട്ടണമെന്നില്ല. അപ്പം അങ്ങനെ നിന്നിട്ടായിരിക്കും അവിടുന്ന് നമുക്ക് അവർ പൈസ അയക്കുന്നതും. അവർ ചിലപ്പം അന്നത്തെ 3 ദിവസം കഴിച്ചിട്ടുണ്ടാവില്ല, ആ പൈസ ആയിരിക്കും നമുക്ക് ഇങ്ങോട്ടേക്ക് അയക്കുന്നത്. അപ്പം അത് കഴിഞ്ഞിട്ട് അവർ നാട്ടിലേക്ക് വരികയാണെന്ന് പറയുമ്പം കൂടുതലും നമ്മളുടെ നാട്ടുകാർ ഒന്നും കൊണ്ടുവന്നില്ലേ, നീ ഒരു ടൈഗർ ബാമാണോ കൊണ്ടുവന്നത് എന്നൊക്കെ പറയുന്നവരാണ്. ഒന്നും ചോദിക്കാതിരിക്കുക എന്നുള്ളതാണ്. കാരണം ചിലപ്പം ഞാൻ സത്യമായിട്ട് പറയണത്, ഞാൻ അവിടെ നിന്നിട്ട് ഇതുവരെ ബദാമും പിസ്തയും കഴിച്ചിട്ടില്ല. ഇറ്റ് ഈസ് ലൈക്ക് വെരി ലൈക്ക് ഒരുപാട് കിട്ടും നമുക്ക് അവിടെ, പക്ഷെ അത് കഴിക്കാൻ തോന്നില്ല. കാരണം നമ്മുടെ അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുന്നവർ ഇതാകുമ്പോഴത്തേക്കും ഇനി നമ്മൾ ഇതൊക്കെ വാങ്ങിച്ച് എന്തിനാ കഴിക്കണേ എന്നുള്ളൊരു സെറ്റപ്പിലേക്ക് കഴിക്കാൻ പറ്റാഞ്ഞത് കൊണ്ടല്ല എനിക്ക്, പക്ഷെ അത് തോന്നില്ല. നമ്മുടെ കൂടെ നിൽക്കുന്നവർ ഇപ്പം എൻ്റെ സർക്കിളിൽ തന്നെ, എൻ്റെ ഫ്രണ്ട് സർക്കിളിൽ ഞാനിപ്പോൾ അവിടെ പോയി ഉണ്ടാക്കിയതിൻ്റെ അകത്ത് ഉള്ള സർക്കിളിൽ എയർ ഹോസ്റ്റസ് വർക്ക് ചെയ്യുന്നവരുണ്ട്, ക്യാബിൻ ക്രൂ ഉണ്ട്, അതുപോലെ തന്നെ മെയിൻ സ്ട്രീം ഇൻഡസ്ട്രിയിൽ നിൽക്കുന്നവരുണ്ട്, എന്നാൽ ഡ്രൈവറായിട്ട് വർക്ക് ചെയ്യുന്നവരുണ്ട്. എല്ലാ കാറ്റഗറിയിലുള്ളവരും എൻ്റെ ഫ്രണ്ട് സർക്കിളിലുണ്ട്. അപ്പം നമുക്ക് എല്ലാവരുടെയും ലൈഫ്, ശരിക്കും എനിക്ക് ലൈഫ് പഠിക്കാൻ പറ്റി. ശ്രുതിനെ പറ്റി നോക്കുമ്പോൾ, ശ്രുതിനെ പറ്റി വായിക്കുമ്പോഴും അറിയുമ്പോഴും ഒക്കെ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ചെറിയ പ്രായം മുതൽ ഒരുപാട് അനുഭവങ്ങളിലൂടെ വളർന്നു വന്നിട്ടുള്ള ബോൾഡായിട്ടുള്ളൊരു സ്ത്രീ എന്നുള്ള രീതിയിലാണ് കാണുന്നത്. മുൻപ് പലയിടത്തും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ചൈൽഡ് അബ്യൂസ് നേരിട്ടിട്ടുണ്ട്, അതുപോലെ ഈ കാസ്റ്റിംഗ് കോച്ചിൻ്റെ പ്രശ്നങ്ങൾ നേരിട്ടിട്ടുണ്ട്, പല ആൾക്കാരുടെ വിമർശനങ്ങൾ, ബോഡി ഷെയ്മിങ്, അങ്ങനെ പല കാര്യങ്ങൾ നേരിട്ടിട്ടാണ് ഇവിടം വരെ വന്ന് നിൽക്കുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നിങ്ങളെ സ്ട്രോങ് ആക്കിയത്? ട്രമെൻഡസ് ലെവൽ. എനിക്കറിയില്ല ഞാൻ എങ്ങനെ ഇങ്ങനെ നിന്നു എന്ന് പോലും എനിക്കറിയില്ല. ഞാൻ എങ്ങനെ സർവൈവ് ചെയ്തു എന്നും എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു മൈൻഡ് സെറ്റ്, വിൽ പവർ അതിന് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവും. അടുത്തുള്ളവർ ഹെൽപ്പ് ചെയ്തവരുണ്ട്. പക്ഷേ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇതൊക്കെ ആ പോയിന്റിൽ ഞാൻ വിചാരിക്കുമായിരുന്നു, എന്താ ദൈവമേ എനിക്ക് മാത്രം ഇങ്ങനെ ഇതാകുന്നതെന്ന്. പക്ഷെ ഇപ്പോൾ ഞാൻ നിൽക്കുന്ന സ്റ്റേറ്റിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഇൻ ദ സെൻസ് ഞാൻ ഇതെല്ലാം ഓവർകം ചെയ്തു. ഇനിയിപ്പം മലയിടിഞ്ഞ് വീണാലും ഞാൻ താങ്ങും എന്നുള്ള സെറ്റപ്പിലേക്കായി എൻ്റെ മൈൻഡ് സെറ്റ്. അതിനെല്ലാം അങ്ങനെ ഒരു രീതിയിൽ സ്ട്രോങ്ങറായിട്ട് ഞാൻ വളരാൻ സഹായിച്ചത് ഈ ഓരോന്നുമാണ്. നമുക്ക് ഓരോ ഇൻസിഡൻസ് വരുമ്പോഴും നമ്മൾ ഈ ഓരോ പ്രാവശ്യവും സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. അങ്ങനെ സ്ട്രോങ് ആയി ഇപ്പോൾ എന്ത് വന്നാലും നേരിടാം എന്നുള്ളൊരു മൈൻഡ് സെറ്റിലേക്ക് എത്തി. അത് എത്തിച്ചത് ഈ ഓരോരോ ചെറിയ ഇൻസിഡൻസ് തന്നെയാണ്. ഓരോരോ കുത്തുവാക്കുകൾ, ഓരോരോ ലൈക്ക് റിജക്ഷൻസ്, എനിക്കറിയില്ല, ഒറ്റപ്പെടൽ, അങ്ങനെ കുറേ കാര്യങ്ങൾ കൂടി
ഇപ്പൊ ഞാൻ ഭയങ്കര കൂളാണ്. ഇപ്പൊ എനിക്കറിയില്ല, എനിക്ക് അപ്പൊ യാതൊരു ഒരുപാട് വിഷമവും പെയിൻ ഇല്ല. ഒക്കെ ഇങ്ങനെ സഹിച്ചിട്ടുണ്ടാവില്ലേ? ഒരുപാട് പെയിൻ സഹിച്ചിട്ടുണ്ട്. നമുക്ക് ഡിപ്രഷന്റെ ഒരു അവസ്ഥ വരെ എത്തിയിട്ടുണ്ടാവില്ലേ? ഷുവർ. ഡിപ്രസ്ഡ് സ്റ്റേറ്റ് എനിക്ക് ചിന്തിക്കാൻ പോലും ഇപ്പൊ പറ്റില്ല. അപ്പൊ എനിക്ക് അതുകൊണ്ട് തന്നെ ഇപ്പുറത്തെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാളുടെ മുഖം ഒന്ന് ചെറുതായിട്ട് മാറിയാൽ എനിക്കറിയാം അയാൾ എന്തിനാണ് മാറിയത്, എന്തുകൊണ്ട് അയാളുടെ കണ്ണ് നിറഞ്ഞത്, എന്തായിരിക്കും അയാളെ അഫക്ട് ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ മറ്റിങ്ങനെ റീഡ് ചെയ്തെടുക്കുന്നത് പോലെ എനിക്ക് വരും. കാരണം ഞാൻ ഇതിൽ പോയിട്ടുള്ളത് കൊണ്ടും നമ്മളത് ഹൈഡ് ചെയ്യാൻ എന്തൊക്കെ ചെയ്യും എന്നുള്ള മാനറിസം നമുക്കറിയാം. അതുകൊണ്ടായിരിക്കണം എനിക്ക് പെട്ടെന്ന് ഇപ്പം ആളുകളെ റീഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ അപ്പുറത്തെ ഒരാൾ വന്നിട്ട് പറയാണ് എനിക്കറിയില്ല, എനിക്കൊന്നിനും പറ്റുന്നില്ല എന്ന് പറയുകയാണെങ്കിൽ ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ടു. ഞാനും അങ്ങനെ നിന്നിട്ടുള്ളതാ. എനിക്കറിയില്ല, ഞാൻ എന്ത് ചെയ്യുമെന്നറിയാതെ എങ്ങോട്ട് പോകണം എന്നറിയാതെ ഞാൻ നിന്നിട്ടുണ്ട്. അപ്പം അത് കുറേയൊക്കെ ഈ പറയുന്നത് പോലെ നമ്മൾ ഇവോൾവ് ചെയ്ത് തന്നെ വരണം. അത്ര ഇൻസിഡൻസുകളൊന്നും ഇനി ഓർമ്മിക്കേണ്ട ആവശ്യവും പറയേണ്ട ആവശ്യവും ഒന്നുമില്ല. പക്ഷേ എങ്ങനെയായിരിക്കും ഇത്തരം കുത്തുവാക്കുകൾ അല്ലെങ്കിൽ നമ്മളെ വേദനിപ്പിച്ച ആളുകളെയൊക്കെ ഇപ്പൊ കാണുമ്പോൾ എന്താ മനസ്സിൽ ഞാൻ റെസ്പോണ്ട് ചെയ്യാറേ ഇല്ല. ഞാൻ ഈ പറഞ്ഞവരെയാണെങ്കിലും അവരുടെ സാഹചര്യങ്ങൾ അവരെ പറയിപ്പിച്ചു, അല്ലെങ്കിൽ അവരുടെ വിവരമില്ലായ്മ പറയിപ്പിച്ചു എന്ന് ചിന്തിക്കുന്നു എന്നല്ലാതെ ഞാൻ അതിനൊന്നും റെസ്പോണ്ട് ചെയ്യാറില്ല. അല്ല നിങ്ങൾ എന്നെ അന്ന് അങ്ങനെ പറഞ്ഞില്ലേ, അത് പറയുന്നൊരു സ്റ്റേജ് ഉണ്ടായിരുന്നു എനിക്ക്. ഞാൻ ബ്ലെയിം ചെയ്തിരുന്നു. എന്നെ അങ്ങനെ വിഷമിപ്പിച്ചതിന് ഞാൻ എന്നെ വിഷമിപ്പിച്ചവരെ ബ്ലെയിം ചെയ്തിരുന്നു. ഞാൻ അതിനോട് ഭയങ്കരമായിട്ട് ഓവറായിട്ട് റിയാക്ട് ചെയ്തിരുന്നു. അതിൽ നിന്നൊക്കെ ഞാൻ ഇവോൾവ് ആയി. ഇപ്പം ഞാൻ അങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കാറില്ല. ഞാൻ എന്നെ പ്രൂവ് ചെയ്യാൻ നിൽക്കാറില്ല ആരോടും. ഞാൻ ഇപ്പം നിങ്ങളെ എത്രയും സ്നേഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയാണ്, ഞാൻ ഇതുപോലെയാണ് നിങ്ങളെ കാണുന്നത്, അങ്ങനത്തെ ക്ലീഷേസ് എല്ലാം ഞാൻ ഒഴിവാക്കി. ഇറ്റ് ഈസ് നോട്ട് ലൈക്ക് ദാറ്റ്. അത്തരം ക്ലീഷയുടെ ഒന്നും ആവശ്യമില്ല, ഒരാവശ്യമില്ല. ഞാൻ അത് പഠിച്ചൊരു പാടാണ്. നമ്മൾ എത്ര പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നോ അത്രയും നമ്മളും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ മുമ്പിൽ ഒന്നും അല്ലാതാവും. അപ്പം നമ്മളെ അറിയണം എന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ നമ്മളെ അറിയും. അത് നമ്മൾ ഇത്രയും കിടന്ന് ബഹളം വെക്കേണ്ടതോ ഇത്രയും കരഞ്ഞ് നിലവിളിക്കേണ്ടതോ കാര്യമില്ല. കാരണം ഞാൻ ഇതിനു മുന്നേ ഒരിടത്ത് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ കണ്ണീരിന് വിലയുള്ളിടത്ത് മാത്രമേ കരയാവുള്ളൂ, അല്ലാതെ കരയാണ്ടിരിക്കുക മാക്സിമം. ശ്രുതി ലൈഫിൽ ഇപ്പോൾ ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ട്. ഇനി പുറകോട്ട് തിരിഞ്ഞു നോക്കി അതിനെ ഓർത്ത് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ലൈഫിൽ ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തു തീർക്കാനുള്ളത്, എന്തൊക്കെ പ്ലാൻസ് ആണുള്ളത്? എനിക്ക് പറയുന്നത് പോലെ ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ തലയും എൻ്റെ ശരീരവും എല്ലാം പ്രവർത്തിക്കുന്നത് എൻ്റെ കമ്പനിയുടെ ചുറ്റുമാണ്. കാരണം ഞാനത് ഭയങ്കര, എനിക്ക് തോന്നുന്നു എൻ്റെ എല്ലാ വിഷമങ്ങളും കണ്ട് ദൈവമായിട്ട് എനിക്ക് തന്ന ഒരു അവസരമാണ്. ഞാൻ ആഗ്രഹിച്ച കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നതിനുള്ളൊരു കച്ചിത്തുരുമ്പാണത്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ കൂടുതൽ ഫോക്കസ് അടുത്തടുത്ത ഫ്രാഗ്രൻസ് ലൈൻ ഉണ്ടാക്കുക, ഇത് കുറച്ചും കൂടെ ആളുകളിലേക്ക് എത്തുക, ഓൾ കേരളയിൽ നിന്ന് എല്ലായിടത്തും ഇതാക്കുക എന്നുള്ളതാണ് എൻ്റെ ഫോക്കസ്. പിന്നെ ഈ പറയുന്നത് പോലെ ഡെഫിനറ്റ്ലി കരിയർ ഈസ് ദെയർ. ആക്ടിങ് എനിക്ക് നല്ല നല്ല അവസരങ്ങൾ കിട്ടണം എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. നല്ല ക്യാരക്ടേഴ്സ് ചെയ്യണം എന്നുള്ളത് എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹമുള്ളതാണ്. കാരണം പൈങ്കിളിയിൽ മാത്രം ഒതുങ്ങാൻ എനിക്ക് താല്പര്യമില്ല. അപ്പം നല്ല കുറച്ച് ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സ് ചെയ്യണം എന്നുള്ളതുണ്ട്. അതിന് എന്താ ചെയ്യാൻ പറ്റുക എന്ന് വെച്ചാൽ എന്നെ കൊണ്ട് പറ്റുന്നത് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ സെറ്റിൽ ഡൗൺ ആവുക, എല്ലാവർക്കും ഉള്ളതുപോലെ തന്നെ സെറ്റിൽ ഡൗൺ ആവുക, സമാധാനം എവിടെ കിട്ടുമോ സെറ്റിൽ ഡൗൺ ആവുക എന്ന് പറഞ്ഞാൽ വീട്ടുകാർ വിചാരിക്കുന്ന ഒരു കാര്യം, കല്യാണം കഴിച്ചിട്ട് അവിടെ വീട്ടുകാർ വല്ലാണ്ട് വിചാരിക്കുന്നുണ്ട് അതിനെ പറ്റിയിട്ട്. ഇപ്പൊ താൽക്കാലികമായിട്ട് അതിനെ പറ്റിയിട്ട് ഇപ്പൊ ചിന്തിക്കുന്നില്ല. വീട്ടിൽ ഭയങ്കരമായിട്ട് വിചാരിക്കുന്നുണ്ട്. അമ്മ ഡെയിലി ഇന്നിപ്പോൾ രാവിലെ ഇറങ്ങിയപ്പോഴും ചോദിക്കുന്നു, 2 ദിവസം കൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നത് കൊണ്ട് ഇന്നെ കല്യാണം കല്യാണത്തിന് നോക്കണമെന്ന് പറഞ്ഞിട്ട്. അതങ്ങനെയുണ്ട്. പക്ഷേ കല്യാണം കഴിക്കുന്നവരെ ഞാൻ ഒരിക്കലും നിരുത്സാഹപ്പെടുത്തുന്നില്ല. നമുക്ക് എപ്പോഴും ഒരു പാർട്ട്ണർ വേണം. നമുക്ക് എന്തെങ്കിലും ഷെയർ ചെയ്യാനോ ഒക്കെ ആയിട്ടുള്ളത് എന്തായാലും വേണം. പക്ഷെ അത് നമുക്കൊരു സേഫ് സ്പേസ് ആയിരിക്കണം. നമുക്ക് നമ്മളുടെ ഒരു ഇഷ്ടത്തിന് നമ്മളതിന് റെഡി ആയിരിക്കണം എന്നുള്ളത്. ഞാൻ ഭയങ്കര ഇമോഷണൽ പേഴ്സണാണ്. ഞാനിങ്ങനെ അത് കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെ കുറേ ചിന്തിച്ച് കാട് കയറും. ആലോചിക്കുമ്പോഴേ എനിക്ക് വയ്യാതെ. കാരണം ഇപ്പം ഞാൻ നല്ല സമാധാനത്തിലും സന്തോഷത്തിലും ആണുള്ളത്. ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. എനിക്കിഷ്ടമുള്ള ഡ്രസ്സ് ഞാൻ വാങ്ങിച്ചിടുന്നുണ്ട്. ഞാൻ എൻ്റെ ഇഷ്ടമുള്ള ബ്രാൻഡ്സിൻ്റെ ഒക്കെ സാധനങ്ങൾ ഞാൻ വാങ്ങിക്കാൻ, എനിക്കൊന്ന് രണ്ടാമത് ചിന്തിക്കാതെ വാങ്ങിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഐ എം വെരി ഹാപ്പി അബൌട്ട് ദാറ്റ്. ശ്രുതി ഒരുപാട് സിനിമകൾ ഇല്ലെങ്കിലും ഒരുപാട് സീരിയലുകൾ ചെയ്തിട്ടില്ല പക്ഷേ ശ്രുതി എന്ന് പറയുന്ന ഒരാളെ ഒരു അഭിനേത്രിയായിട്ടായാലും ഒരു ബിസിനസ്സുകാരിയായിട്ടായാലും മോഡലായിട്ടായാലും ഈ എഴുത്തുകാരിയായിട്ടാണെങ്കിലും ഒക്കെ, 2ാമത്തെ ബുക്ക് പബ്ലിഷ് ചെയ്യാൻ പോവുകയാണ്, അങ്ങനെ ഒരു എഴുത്തുകാരിയായിട്ടാണെങ്കിലും ഒക്കെ എല്ലാവരും അറിയപ്പെടുന്നുണ്ട്. ഇനിയും ഒരുപാട് ദൂരങ്ങളിൽ വളരെ നന്നായിട്ട് പോകാൻ സാധിക്കട്ടെ. എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച്.